നീറ്റ് ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം അല്പസമയത്തിനകം പുനരാരംഭിക്കും. പുനഃപരീക്ഷ വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി ബെഞ്ച് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള മൂന്നംഗ ബെഞ്ചാണ് ഈ ഹർജികളെല്ലാം പരിഗണിക്കുന്നത്. സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, കഴിഞ്ഞ ദിവസം മാർക്ക് ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഈ മാർക്ക് ലിസ്റ്റിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഗുജറാത്തിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഈ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ വാദങ്ങൾ പുരോഗമിക്കുമ്പോൾ സുപ്രീം കോടതി ബെഞ്ച് കണ്ടെത്തിയ ഒരു കാര്യം, എല്ലാ വിദ്യാർത്ഥികളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായാൽ മാത്രമേ പുനഃപരീക്ഷയ്ക്കുള്ള ഒരു സാധ്യത ആരായോ അതുവരെ പുനഃപരീക്ഷ നടത്തേണ്ടതില്ല. 23 ലക്ഷം പേർ പരീക്ഷ എഴുതിയെങ്കിലും ഇതിൽ 1 ലക്ഷം പേർക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുക. അതിനാൽ തന്നെ 23 ലക്ഷം വിദ്യാർത്ഥികൾക്കായി ഈ 23 ലക്ഷം വിദ്യാർത്ഥികളെ ഈ ക്രമക്കേട് ബാധിച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ വ്യക്തമായ ഒരു വ്യക്തത സുപ്രീം കോടതിക്ക് വേണം. എങ്കിൽ മാത്രമേ പുനഃപരീക്ഷ നടത്തൂ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി പറഞ്ഞു വെക്കുകയുണ്ടായി. ഈ മാർക്ക് ലിസ്റ്റ് പുറത്തുവിട്ട സാഹചര്യത്തിൽ, ക്രമക്കേടുകളെല്ലാം തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും ഇന്ന് വാദം? സുപ്രീം കോടതിയുടെ ഒരു നിലപാട് ഏത് രീതിയിലാവാനാണ് സാധ്യത? വിനീഷ പറഞ്ഞതുപോലെ തന്നെ ഈ മാർക്ക് ലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഈ പുറത്തുവിട്ടപ്പോൾ വ്യാപകമായ ക്രമക്കേട് ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ NTAയുടെയും വാദം എന്ന് പറയുന്നത് ബീഹാറിലും ജാർഖണ്ഡിലും ഈ 2 സംസ്ഥാനങ്ങളിൽ മാത്രം നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇതെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അവരുടെ വാദങ്ങൾ. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും ഖണ്ഡിക്കുന്നതാണ് ഇപ്പോൾ ഈ മാർക്കുകൾ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബീഹാറിലും ജാർഖണ്ഡിലും മാത്രമല്ല, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും പുറത്തു വന്ന ഈ മാർക്കുകൾ, പ്രത്യേകിച്ച് കേന്ദ്രവും നഗരവും വേർതിരിച്ചുള്ള മാർക്കുകളിലെ ഒരു അസ്വാഭാവികത കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്നിപ്പോൾ ഈ ഒരു ഹർജിയിൽ വീണ്ടും തുടർവാദം ഉണ്ടാകുമ്പോൾ ഹർജിക്കാർ ഈ നീറ്റ് പരീക്ഷയിൽ പുനഃപരീക്ഷ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിക്കാർ ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിശദമായ വാദത്തിലേക്ക് തന്നെ പോകും. എന്തായാലും അവരെ സംബന്ധിച്ച്, ഈ ഹർജിക്കാരെ സംബന്ധിച്ച് വീണ്ടും പുനഃപരീക്ഷ വേണമെന്നൊരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് വ്യാപകമായ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ്. അങ്ങനെ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്ന് ഇപ്പോൾ ഈ ഒരു മാർക്ക് ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും അതിലെ അസ്വാഭാവികത എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തുടർവാദം എന്നുണ്ടാകും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഈ ഹർജിയിൽ ഇന്നും വാദം തുടരുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ വാദം ആരംഭിക്കുകയും ചെയ്യും. വിനീഷ, ശരി, നീറ്റ് ഹർജികളിൽ നിന്നും നിർണായകമായ ഒരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുമെന്ന് തന്നെ കരുതാം. കാരണം വാദം അല്പസമയത്തിനകം പുനരാരംഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം നടന്നിരുന്നു. ഈ വാദം താൽക്കാലികമായി നിർത്തിവെച്ച് ഇന്ന് മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം വീണ്ടും വാദം പുനരാരംഭിക്കാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും വാദം പുനരാരംഭിക്കും. പുനഃപരീക്ഷ വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി എല്ലാ ഹർജികളും ഒരുമിച്ചാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഉത്തരവ് പ്രകാരം നീറ്റ് പരീക്ഷയിലെ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ കഴിഞ്ഞ ദിവസം NTA പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പ്രസിദ്ധീകരിച്ച മാർക്ക് ലിസ്റ്റിൽ വൻ ക്രമക്കേട്, കഴിഞ്ഞ വാദങ്ങളിലെല്ലാം വെറും 2 സംസ്ഥാനങ്ങളിലെ ചുരുക്കം ചില വിദ്യാർത്ഥികളെ മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ എന്ന വാദം പൊളിയുന്ന തരത്തിലുള്ള ക്രമക്കേടുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മാർക്ക് ലിസ്റ്റുകളിൽ നിന്ന് ക്രമക്കേടുകൾ വെളിച്ചത്ത് വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് വാദപ്രതിവാദങ്ങൾ സുപ്രീം കോടതിയിൽ അരങ്ങേറുക. അതിനാൽ തന്നെ നീറ്റ് ഹർജികളിൽ ഇന്നത്തെ വാദം നിർണായകമായിരിക്കും. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. വാദം അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും.